എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് വൃന്ദ. ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് പതോളജിസ്റ്റ് ആണ്. അടുത്തിടെ ഒരു 3 വയസ്സുകാരനെ കൊണ്ട് അവന്റെ പേരന്റ്സ് വന്നിരുന്നു. വളരെ കുറച്ച് വാക്കുകൾ മാത്രമേ കുട്ടി പറയുന്നുള്ളൂ. കുഞ്ഞ് സംസാരത്തിൽ ഒരുപാട് ഡിലേഡ് ആണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ ടോയോ ഫുഡോ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ചൂണ്ടി കാണിച്ചു കൊടുക്കും, അത് പേരന്റ്സ് എടുത്ത് കൊടുക്കും. അപ്പോ അങ്ങനെയാണ് ഒരു കംപ്ലൈന്റ് പറഞ്ഞത്. അതിനൊപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യം, കുഞ്ഞിന് ടങ് ടൈ ഉണ്ട്, അല്ലെങ്കിൽ നാക്കിൽ കെട്ടുണ്ട് എന്ന് ചില റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കുഞ്ഞ് സംസാരിക്കാത്തത്. അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് സംസാരിക്കും. അത് ശരിയാണോ മാഡം, അങ്ങനെയാണോ, അതുകൊണ്ടാണ് കുട്ടി സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ എനിക്ക് തോന്നി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. പലർക്കും നാക്കിലെ കെട്ട് എന്താണ്, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചും എന്തൊക്കെയാണെന്നൊക്കെ ചില സംശയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി. ആദ്യം നമുക്ക് എന്താണ് ഈ ടങ് ടൈ എന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നാക്ക് നമുക്ക് വായ്ക്കുള്ളിൽ ഫ്രീ ആയിട്ട് ചലിപ്പിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഈ നാക്കിന്റെ മുൻവശത്തിന്റെ അടിഭാഗവും ഫ്ലോർ ഓഫ് ദ മൗത്ത് അല്ലെങ്കിൽ വായുടെ താഴെ വശവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ടിഷ്യൂ കൊണ്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. എല്ലാവർക്കും ആ സ്ട്രക്ചർ ഉള്ളതാണ്. പക്ഷെ ടങ് ടൈ ഉള്ളവർക്ക് ആ സ്ട്രക്ചർ കുറച്ച് കട്ടിയുള്ളതായിരിക്കും പലപ്പോഴും. അതുപോലെ തന്നെ കുറച്ചുകൂടി മുന്നിലേക്കായിരിക്കും അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് നാക്കിന്റെ. അപ്പൊ അതിന്റെ ഫലമായിട്ട് നാക്ക് ഫ്രീ ആയിട്ട് വായ്ക്കുള്ളിൽ ചലിപ്പിക്കാനൊക്കെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പം ഇതെങ്ങനെ തിരിച്ചറിയാം? എല്ലാവർക്കും നാക്കിന്റെ മുൻവശം ഒരു കൂർത്താണ് ഇരിക്കുന്നത്. പക്ഷെ ടങ് ടൈ ഉള്ളവർക്ക് നാക്കിന്റെ മുൻവശം ഒരു W ഷേപ്പ് ആയിരിക്കും. അതായത് നാക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഉള്ളിലേക്കൊന്ന് വലിച്ചു വെച്ചേക്കുന്നത് പോലെ ഉള്ളൊരു അവസ്ഥയായതുകൊണ്ട് തന്നെ അതിന്റെ തുമ്പുവശം ഉള്ളിലേക്ക് കയറിയിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അതിന്റെ ഫലമായിട്ട് നാക്ക് നീട്ടുമ്പോൾ അല്ലെങ്കിൽ ഉയർത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ നാക്കിനൊരു W ഷേപ്പ് അല്ലെങ്കിൽ മലയാളത്തിൽ നാ തിരിച്ചിട്ടതുപോലെ ഒരു സ്ട്രക്ചർ നമുക്ക് തോന്നും. ഇതാണ് ടങ് ടൈ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. എന്തായിരിക്കും ഈ ടങ് ടൈ കൊണ്ടുണ്ടാകുന്ന പ്രശ്നം? ടങ് ടൈ നമുക്ക് ഒരിക്കലും സംസാരം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് ഒരിക്കലും തടസ്സമാകാറില്ല. കുട്ടികളിൽ ടങ് ടൈ ഉള്ളവർ സംസാരിക്കും ഉറപ്പായിട്ടും. പക്ഷെ അവർക്ക് വരുന്ന പ്രശ്നം കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ ഉച്ചാരണ പിശകുകളാണ് വരാറുള്ളത്. അതായത് നാക്കിങ്ങനെ ഫ്രീ ആയിട്ട് ചലിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നാക്ക് വായുടെ മുകളിലേക്ക് തൊട്ടു പറയേണ്ട ശബ്ദങ്ങളൊക്കെ പറയാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഡ, ണ, ള തുടങ്ങിയ അക്ഷരങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ നാക്ക് മുകളിൽ തൊടണം. അത് പലപ്പോഴും സാധിക്കാറില്ല. അതിന്റെ ഫലമായിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മണ്ണ് എന്ന് പറയേണ്ടതിന് മണ്ണ് എന്ന് പറയുക. അപ്പൊ അത്തരത്തിലൊക്കെ കുട്ടിക്കൊരു ഉച്ചാരണ പിശകുകളാണ് ടങ് ടൈ ഉള്ളവരിൽ കാണിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ മാനേജ്മെന്റ് എങ്ങനെയായിരിക്കും? പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഒരു ടങ് ടൈ റിലീസിംഗ് സർജറിയാണ്. പലപ്പോഴും നമ്മുടെ കുട്ടിക്ക് സംസാരിക്കാൻ പ്രശ്നമുള്ളപ്പോൾ നമ്മളൊരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനോ ഒക്കെ കാണിക്കാറുണ്ട് അല്ലെ. അപ്പൊ അവര് നോക്കിയിട്ട് പറയുകയാണ് ഒരു ടങ് ടൈ ഉണ്ട്, അത് റിലീസ് ചെയ്യണം, എന്നാലേ കുട്ടി ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങുള്ളൂ എന്നൊക്കെ പറയുവാണെങ്കിൽ സർജറി ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവർക്കും അത് പലപ്പോഴും ആവശ്യം വരാറില്ല. പക്ഷെ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും ടങ് ടൈ റിലീസിംഗ് സർജറി ചെയ്യുക. വളരെ ചെറിയൊരു പ്രൊസീജിയറാണത്. എന്റെ കുഞ്ഞിനും എന്റെ നീസിനും ഒക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതാണ്. അതിന്റെയും കൂടെ ഒരു എക്സ്പീരിയൻസോടുകൂടി പറയുന്നതാണ്. വളരെ ചെറിയൊരു സർജറിയാണ് ടങ് ടൈ റിലീസിംഗ് സർജറി. അത് ചെയ്യാൻ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള സ്പീച്ച് തെറപ്പി അതും ഇമ്പോർട്ടന്റ് ആണ്. ഡോക്ടർമാര് പലപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ സ്പീച്ച് തെറപ്പിയിൽ ചെയ്യുന്നത് എന്തെന്നാല് കുഞ്ഞിനെ കൊണ്ട് നാക്ക് വശങ്ങളിലേക്ക് ചലിപ്പിക്കാനും മുകളിലേക്ക് തൊടാനും ഒക്കെ പഠിപ്പിക്കുക എന്നുള്ളതാണ് സ്പീച്ച് തെറപ്പിയിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ അക്ഷരങ്ങളുണ്ടല്ലോ, ആ അക്ഷരങ്ങൾ വരുന്ന വാക്കുകൾ പറയാൻ പഠിപ്പിക്കുക. അതുപോലെ തന്നെ നോർമൽ സംസാരത്തിൽ ആ അക്ഷരങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറയാൻ വേണ്ടി പഠിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ റോള് ഇവിടെ ടങ് ടൈ റിലീസ് ചെയ്ത ഒരു കുട്ടിയിൽ ചെയ്യേണ്ടത്. അപ്പോ അതൊക്കെയാണ് പ്രധാനമായും ടങ് ടൈയെ കുറിച്ച് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണും, നമ്മൾ ആദ്യം കണ്ട ഒരു കുട്ടി, ആ കുട്ടിയുടെ സംസാരം ഡെവലപ്പ് ചെയ്യാത്തതിന് ടങ് ടൈ ആയിരിക്കില്ല കാരണം. പല കുട്ടികൾക്കും പല കാരണങ്ങൾ കൊണ്ട് തന്നെ സംസാര വികസനം കുറച്ചൊന്ന് പുറകോട്ട് അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ച് സംസാരിക്കാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്.
അപ്പം എന്തൊക്കെയാണ് ആ കാരണങ്ങൾ, സംസാരം ഡെവലപ്പ് ചെയ്യുന്നതിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും, ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ഷെയർ ചെയ്യുക. ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഫോളോ ചെയ്യാനും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു. നന്ദി.